തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുമ്പോഴും ശക്തി കേന്ദ്രങ്ങളിലെ പരാജയം 51 സീറ്റെന്ന കേവല ഭൂരിപക്ഷം നിഷേധിച്ചുവെന്ന് വേണം പറയാൻ. തൃക്കണ്ണാപുരം, തിരുമല വാർഡുകളിലെ തോൽവിയാണ് ബി.ജെ.പിക്ക് തിരിച്ചടിയായത്. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ജീവനൊടുക്കിയ RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ വാർഡിൽ CPM സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. കഴിഞ്ഞ തവണ ബി.ജെ.പി. 431 വോട്ടിന് ജയിച്ച വാർഡാണ് തൃക്കണ്ണാപുരം. ഇത്തവണ ബി.ജെ.പി. സ്ഥാനാർത്ഥി വിനോദ് കുമാർ MPയെ 190 വോട്ടുകൾക്കാണ് CPMന്റെ SL അജിൻ പരാജയപ്പെടുത്തിയത്. RSSന്റെ പ്രാദേശിക നേതാവും സംരംഭകനുമായിരുന്ന ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യക്ക് പിന്നാലെയാണ് തൃക്കണ്ണാപുരം വാർഡ് ശ്രദ്ധാകേന്ദ്രമായത്. RSS തിരുമല ഉപനഗരത്തിന്റെ ശാരീരിക് പ്രമുഖ്, സഹകാര്യവാഹ് തുടങ്ങിയ ചുമതലകളും ആനന്ദ് വഹിച്ചിരുന്നു. തൃക്കണ്ണാപുരത്ത് ബി.ജെ.പി. സീറ്റ് നിഷേധിച്ചെന്ന് ആരോപിച്ചായിരുന്നു ആനന്ദ് ആത്മഹത്യ ചെയ്തത്. മാത്രമല്ല, ബി.ജെ.പി. ഏരിയ പ്രസിഡന്റ്, നിയോജകമണ്ഡലം കമ്മിറ്റി അംഗം, RSS നഗർ ഭാരവാഹി എന്നിവർ മണ്ണ് മാഫിയയുടെ ഭാഗമാണെന്ന ആത്മഹത്യാക്കുറിപ്പും ബി.ജെ.പിക്ക് തിരിച്ചടിയായി. ഇതിനു പുറമെ ബി.ജെ.പി. നേതാവും കൌൺസിലറുമായ തിരുമല അനിലിന്റെ ആത്മഹത്യയും ഏറെ ചർച്ചയായി. അനിൽ പ്രസിഡന്റായ ഫാം ടൂർ സഹകരണ സംഘത്തിൽ നിന്ന് ബി.ജെ.പി. നേതാക്കൾ വായ്പയെടുക്കുകയും ഇത് തിരിച്ചടയ്ക്കാതെ വന്നതോടെ മാനസിക സമ്മർദ്ദത്തിലായി ജീവൻ ഒടുക്കുന്നതായാണ് ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഇതും നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. തിരുമല വാർഡ് ഇക്കുറി വനിതാ സംവരണമാണ്. ഇതോടെ തിരുമല അനിലും മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നത് തൃക്കണ്ണാപുരത്തായിരുന്നു. ഇതിനിടെയാണ് അനിൽ ആത്മഹത്യ ചെയ്തത്. ഇതോടെ വാർഡിൽ ആനന്ദ് മത്സരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല. അതേസമയം ബി.ജെ.പി. സീറ്റ് നൽകാത്തതിനു പിന്നാലെ ആത്മഹത്യാ ശ്രമം നടത്തിയ നെടുമങ്ങാട് പനങ്ങോട്ടേല വാർഡിലെ സ്ഥാനാർത്ഥി ശാലിനിയും തോറ്റു. ബി.ജെ.പി. സ്ഥാനാർത്ഥിയിൽ നിന്ന് ശാലിനി സനിൽ 4ാം സ്ഥാനത്തേക്കാണ് പോയത്. ആകെ 111 വോട്ടുകളാണ് ഇവർക്ക് നേടാനായത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച ശ്രുതി 180 വോട്ടുകളാണ് നേടിയത്. നേരത്തെ പനങ്ങോട്ടേല വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി.ജെ.പിക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. സീറ്റ് നൽകാത്തതും വ്യക്തിഹത്യ താങ്ങാനാകാത്തതുമാണ് ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചതെന്ന് ബി.ജെ.പി. പ്രവർത്തകയും മഹിളാ മോർച്ച നോർത്ത് ജില്ലാ സെക്രട്ടറിയുമായ ശാലിനി സനിൽ പറഞ്ഞിരുന്നു.